CPIM മധുര പാർട്ടി കോൺഗ്രസിലേക്ക് കടന്നിരിക്കുകയാണ്. അതിൻ്റെ എല്ലാ തിരക്കുകളും നമുക്കിവിടെ മധുരയിൽ കാണാം. ആ തിരക്കുകൾക്കിടയിലാണ് ഞാൻ ശ്രീ MA ബേബിയെ CPIMൻ്റെ പൊളിറ്റ് ബ്യൂറോ അംഗത്തെ ഇവിടെ നാളെ ഈ പ്രതിനിധി സമ്മേളനം നടക്കുന്ന വേദിക്ക് മുമ്പിൽ വെച്ച് സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ കണ്ടൊരു കാര്യം, ഇപ്പോൾ പാർട്ടി സമ്മേളനങ്ങൾ ഇപ്പോൾ രാജ്യത്തെമ്പാട് നിന്നുള്ള പ്രതിനിധികൾ വരുന്നു, ഒരുപാട് സൗഹൃദങ്ങൾ, ഒരുപാട് കാലം ഒന്നിച്ച് സമര പോരാട്ടങ്ങളിലൊക്കെ പങ്കെടുത്ത പലരും ഒരു ഇടവേളയ്ക്ക് ശേഷമൊക്കെ ആകാം പലരെയും കാണുന്നത്. അങ്ങനെ കാണുന്നതിൻ്റെ ഒരു കൂട്ടായ്മയുടെയും ഒത്തുചേരലിൻ്റെയും കൂടി ഒരു അനുഭവം കാഴ്ചയിലുണ്ടായി. അതേക്കുറിച്ച് എന്താ ബേബി സാഹിബ് പറയാം? ഇപ്പോൾ ശരത്ത് കണ്ടിട്ടുണ്ടാവും, ബീഹാറിൽ നിന്നുള്ള അരുൺ SFIയുടെ നേതാവാണ്. ഞാൻ പ്രകാശ് കാരാട്ട് SFIയുടെ പ്രസിഡന്റ് സ്ഥാനം പാറ്റ്ന സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ഒഴിയുന്നത്. 1979 എന്ന് പറയുമ്പം 40-46 വർഷമായെന്ന് തോന്നുന്നു. അപ്പോഴാണ് SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ചുമതലയിലേക്ക് ഞാൻ വരുന്നത്. അപ്പം ആ സമ്മേളനം നടത്തിയത് പാറ്റ്നയിൽ വെച്ച് SFIയുടെ 3ാം അഖിലേന്ത്യാ സമ്മേളനം നടത്തിയതിന് നേതൃത്വം കൊടുത്ത ആളാണ് അരുൺ. പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടും കേന്ദ്ര കമ്മിറ്റി മെമ്പറുമൊക്കെ പ്രവർത്തിച്ചിട്ടുള്ളതാണ്. ഒരുപാട് കാലത്തിന് ശേഷം കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി അരുണിനെ. ഇത് പലപ്പോഴും ഇങ്ങനെയുള്ള സമ്മേളന വേദികളിലും ഒക്കെ വെച്ചിട്ടാണ് കാണാൻ കഴിയുന്നത്. അരുൺ ഒരു ഉദാഹരണം മാത്രമാണ്. അതുപോലെ ഞാൻ പലരുമായി അങ്ങനെ വന്ന് വ്യവസായിയുടെ അടുത്തേക്ക് വരുന്നത് ഒരുപാട് ഉദാഹരണം നാടിൻ്റെ നാനാ ഭാഗത്ത് നിന്ന് നമ്മൾ പറയുന്നത്. അതെ, നമുക്ക് പാർട്ടി സമ്മേളനങ്ങളെന്ന് പറയുമ്പം പഴയകാല സൗഹൃദങ്ങളും ഓർമ്മകളും ഒക്കെ പുതുക്കാനുള്ള ഒന്നാണ്. ഇന്നിപ്പോൾ ഇവിടെ വന്നപ്പോൾ തമിഴ്നാട്ടിൽ ഇന്ന് വൈകുന്നേരം രക്തസാക്ഷികളുടെ കുടീരങ്ങളിൽ നിന്ന് ദീപശിഖകൾ വന്നു. അതിൽ ഒരു ദീപശിഖ വന്നത് തിരുപ്പറങ്കണ്ടത്തിൽ അവിടുത്തെ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചിരുന്ന അന്ന് രക്തസാക്ഷിയാക്കപ്പെട്ട ജംബു ലിംഗം സോമസുന്ദരം, ഈ 2 സഖാക്കളുടെ വലിയ കുടീരത്തിൽ നിന്നാണ്. അപ്പം ഞാൻ SFIയുടെ ചുമതല വഹിക്കുന്ന സമയത്താണ് വിദ്യാർത്ഥി രംഗത്തുള്ള ഈ 2 സഖാക്കൾ കൊല ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഡൽഹിയിൽ നിന്നും ഞാൻ അവരുടെ വീട് സന്ദർശിക്കാനും അവരുടെ ബന്ധുക്കളെ സന്ദർശിക്കാനും അവർ കൊല ചെയ്യപ്പെട്ട സ്ഥലം സന്ദർശിക്കാനും ഒക്കെ വന്നിരുന്നു. തമിഴ്നാടുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംസാരിക്കുമ്പോൾ ഞാൻ മറക്കാതെ പറയുന്ന പേരുകളാണ് ഈ 2 രക്തസാക്ഷികളുടേതും. അപ്പോൾ ഇവിടെ വന്നപ്പോൾ അവിടെ നിന്നും ഇവിടെ ഒരുപാട് രക്തസാക്ഷികൾ, കീഴോൻമണി ഉൾപ്പെടെയുള്ള ഒരുപാട് സ്ഥലങ്ങളും സേലം രക്തസാക്ഷികളെല്ലാം ഉണ്ട്. പക്ഷേ എൻ്റെ കാലത്ത് ആ കാലത്തുണ്ടായ 2 രക്തസാക്ഷികളാണ് ഇവരാണെങ്കിൽ. ഇവിടെ വന്ന് അന്വേഷിക്കുമ്പോഴാണ് കോളേജിൽ, എഞ്ചിനീയറിംഗ് കോളേജിൽ SFIയുടെ യൂണിറ്റിൻ്റെ ഭാരവാഹികളാണ്. അവരുടെ ഗ്രാമം അങ്ങോട്ട് ചെല്ലാനൊരു വഴിയില്ല. ഒരു ജനകീയ കമ്മിറ്റി ഉണ്ടാക്കി അവരുടെ ഗ്രാമത്തിലേക്ക് വഴിവെട്ടുന്നതിന് നേതൃത്വം കൊടുക്കുന്ന ഇവരാണ്. അപ്പോൾ സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഉത്തരവാദിത്വം കൂടി SFIയുടെ പഠിക്കുകയും പോരാടുകയും ചെയ്യുക എന്നുള്ള മുദ്രാവാക്യത്തെ മുൻനിർത്തി ക്യാമ്പസ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുമ്പോൾ തന്നെ ഇവർ സമൂഹത്തിലേക്ക് നോക്കി സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരുന്നു. അപ്പോൾ ആ മാതൃക ഇപ്പോഴും ഇവിടെ പിന്തുടരാൻ കഴിയുന്നുണ്ട്. അത്തരം അനുഭവങ്ങളുടെ ഒരു സമ്മേളനം കൂടിയാണ് പാർട്ടി സമ്മേളനങ്ങൾ എന്നുള്ള CPIMനെ സംബന്ധിച്ച്, പാർട്ടി കോൺഗ്രസ് വിശേഷിച്ച്. നമ്മളിപ്പോൾ നിൽക്കുന്നത് മധുരയിലെ 3ാമത്തെ പാർട്ടി കോൺഗ്രസ് ആണ്. 72ലേതും 53ലേതുമായിട്ടുള്ള സമ്മേളനങ്ങളെ അടയാളപ്പെടുത്തുന്നുണ്ട്. ഇവിടെ വരുന്ന പുതുതലമുറയ്ക്കൊക്കെ മനസ്സിലാകും വിധത്തിലേക്ക്. ഞാൻ അതുകൊണ്ട് തന്നെ ചോദിക്കുന്നത് ബേബി സാഹിബിൻ്റെ പാർട്ടി കോൺഗ്രസ് അനുഭവങ്ങളെക്കുറിച്ചാണ്. എന്ന് തുടങ്ങി ആദ്യത്തെ പാർട്ടി കോൺഗ്രസ് ഏതായിരുന്നു എന്നതുപോലെയുള്ള ഓർമ്മകളൊന്ന് ക്യുക്കായിട്ട് കിട്ടുമോ? അതിനകത്ത് ഒന്നാമത് പറയാനുള്ളത്, ഈ 1972 9ാം പാർട്ടി കോൺഗ്രസിൻ്റെ മുന്നോടിയായി സംസ്ഥാന സമ്മേളനം നടന്നത് കൊല്ലത്ത് വെച്ചാണ്. ഞാൻ ഇന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ആലോചിച്ചു, ഇത്തവണ അങ്ങനെ തന്നെ സംഭവിച്ചു. കൊല്ലം കഴിഞ്ഞ് പാർട്ടി കോൺഗ്രസ് മധുരയിലേക്ക്, 72ലും അങ്ങനെ തന്നെ. ഈ 71 കൊല്ലം ഡിസംബറിലാണ് കൊല്ലം. അന്നാണ് ഞാൻ പാർട്ടി അംഗമായിട്ട് വരുന്നത്. അപ്പം ഞാൻ എഴുതുന്നത് പാർട്ടി ചേർന്ന വർഷം 1972 എന്നാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ എഴുതിപ്പോയത് കൊണ്ടാണ് 71 ഞാൻ കാൻഡിഡേറ്റ് മെമ്പർ ആവുകയാണ്. കൊല്ലം സമ്മേളനത്തിന് മുമ്പ് എനിക്കന്ന് പാർട്ടിയിലേക്ക് എന്നെ കൊണ്ടുവരുന്നത് തൃക്കരിവായിലുള്ള വിക്രമൻ എന്ന് പറയുന്ന സഖാവാണ്. അവിടുത്തെ SC വിഭാഗത്തിൽപ്പെട്ട ഒരു സഖാവാണ്. ഇപ്പം ജീവിച്ചിരിപ്പുണ്ട്. ഇപ്പം കൊല്ലം സംസ്ഥാന സമ്മേളനത്തിന് പോയപ്പം സഖാ വിക്രമനെ ഞാൻ വീട്ടിൽ പോയി കണ്ടു. കുറേ സമയം അവിടെ ചെലവിട്ടു. അതിന് മുമ്പും പറ്റി ഞാനും കൂടെ പോയിട്ടുണ്ട്. പാർലമെൻറ്റ് മെമ്പറായി കഴിഞ്ഞപ്പോൾ, രാജ്യസഭാ മെമ്പറായി കഴിഞ്ഞപ്പോൾ ഞാൻ സഖാ വിക്രമനെ കാണാൻ പോയി. കാര്യം ഈ വഴിയിലേക്ക്, വിപ്ലവത്തിൻ്റെ പോരാട്ടത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചെങ്കൊടിയുടെ പാതയിലേക്ക് എന്നെ കൊണ്ടുവന്ന ആ സഖാവ്. പിന്നെ NSനെ പോലുള്ളവരെല്ലാം വേറെ ഉണ്ട്. പക്ഷേ എൻ്റെ ഗ്രാമത്തിൽ കാഞ്ഞാവിളിയിൽ തെക്കേച്ചേരിയിൽ അവിടെ LC സെക്രട്ടറി ആയ സഖാ വിക്രമൻ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഈ 72 കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് 70, 71, 72 കാലമാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, SFIയുടെ ഒരു തുടർച്ചയിലൂടെ അല്ലേ പാർട്ടിയിലേക്ക് വരുന്നത്? SFIയിൽ നിന്ന് പാർട്ടി മെമ്പർഷിപ്പിലേക്ക്, അങ്ങനെയല്ലേ ബേബിസാഹിബിൻ്റെ കാര്യത്തിൽ? യഥാർത്ഥത്തിൽ SFI അല്ല, SFIയുടെ മുൻഗാമിയായ KSF ആണ്, കേരള സ്റ്റുഡൻറ് ഫെഡറേഷനാണ്. അതിൻ്റെ യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു. പ്രാക്കുളം NSS സ്കൂളിലെ യൂണിറ്റ് സെക്രട്ടറി. അതിനുശേഷം 72 പാർട്ടി കോൺഗ്രസിൻ്റെ മുന്നോടിയായിട്ടുള്ള സംസ്ഥാന സമ്മേളനത്തിൻ്റെ സമയത്ത് അതിൻ്റെ പ്രവർത്തനം റെഡ് വോളണ്ടിയറൊക്കെ ആകാൻ വേണ്ടിയിട്ട് ഞാൻ വന്നു. കൊല്ലത്ത് കാങ്കത്തുമുക്കിലുള്ള ഒരു പഴയ വീടാണ്
സ്വാഗത സംഘം ഓഫീസായിരുന്നത്. 72-ലെ 9ാം പാർട്ടി കോൺഗ്രസ്സിന് ശേഷം പിന്നെ നടന്ന എല്ലാ പാർട്ടി കോൺഗ്രസ്സിലും ഞാൻ പ്രതിനിധിയായിട്ടുണ്ട്. 10ാം ജലന്ധറിൽ 1978 ജലന്ധറിൽ നടക്കുന്ന 10ാം പാർട്ടി കോൺഗ്രസ്, ഇതിപ്പോൾ 24ാം പാർട്ടി, ഇത്രയും പാർട്ടി കോൺഗ്രസ്സിലും ഇതിനിടയ്ക്ക് നടന്ന പ്ലീനം 78 ഡിസംബറിൽ സാൽക്കിയ പ്ലീനം നടന്നു. വലിയ ചർച്ചയായിരുന്നു. അതെ, അതിൽ ഈ സാൽക്കിയ പ്ലീനം യഥാർത്ഥത്തിൽ ഈ വർഗ ബഹുജന സംഘടനകളെ വിപ്ലവകരമായി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നതിനെ സംബന്ധിച്ച് CPM-നകത്തൊരു കൃത്യമായ ധാരണ രൂപപ്പെടുത്തിയ പ്ലീനമൻ. വർഗ ബഹുജന സംഘടനകൾ എങ്ങനെ പ്രവർത്തിക്കണം, അവ സ്വതന്ത്രമായി പ്രവർത്തിക്കണം എന്നുള്ളത് സാൽക്കിയ പ്ലീനത്തിൽ ചർച്ച ചെയ്ത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരുപക്ഷെ അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം പാർട്ടി പ്രവർത്തനം കേന്ദ്രീകരിക്കേണ്ടത് എവിടെ എന്നതുമായി ബന്ധപ്പെട്ട് വളരെ വലിയൊരു ചർച്ച നടന്നു. ആ ചർച്ചയിൽ ജനറൽ സെക്രട്ടറി സ്ഥാനം, അതുവരെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് പ്രവർത്തിച്ചിട്ട് ആ സ്ഥാനം ഒഴിഞ്ഞ് കേന്ദ്ര കമ്മിറ്റിയിൽ മാത്രം തുടർന്ന സഖാവ് പി സുന്ദരയ്യയും ഒരു കൂട്ടം സഖാക്കളും മുന്നോട്ട് വെച്ച ഒരു കാഴ്ചപ്പാടുണ്ട്. അതൊന്നും വിഭാഗീയമല്ല. എങ്ങനെയാണ് ഇന്ത്യയിലെ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള വ്യത്യസ്ത പെർസ്പെക്റ്റീവ്സാണ്, വ്യത്യസ്ത കാഴ്ചപ്പാടുകളാണ്. അപ്പോൾ EMS ആണ് അപ്പോൾ ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്നത്. സഖാവ് S രാമേന്ദ്രൻ എന്ന് അവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. എന്നോട് പറഞ്ഞ് ഓർമ്മയുണ്ട്, ഇതിനകത്ത് പിന്നെ നമ്മളൊരു ശരിയായ നയത്തിന് വേണ്ടിയിട്ടുള്ള ഈ പോരാട്ടത്തിൽ ചില അഭിപ്രായങ്ങൾ പോയി പറയേണ്ടത് വളരെ പ്രധാനമാണ് എന്ന് പറഞ്ഞിട്ടാണ്. അന്ന് ചർച്ച ചെയ്തൊരു കാര്യം, ചില മുൻഗണനാ പ്രദേശങ്ങൾ കണ്ടുവച്ചിട്ട് പാർട്ടി പ്രവർത്തനം അവിടെ കേന്ദ്രീകരിക്കുകയാണ് വേണ്ടത്. പിന്നെ ആകെ ചെയ്യാവുന്നത് ആ മുൻഗണനാ പ്രദേശത്തോട് തൊട്ടുകിടക്കുന്ന പ്രദേശം കൂടി, അന്ന് ഞാൻ ഒരു ഇംഗ്ലീഷ് വാക്കിൻ്റെ അർത്ഥം ഞാൻ അന്നാണ് അന്വേഷിച്ചത്, പ്രിയോറിറ്റി ഏരിയ, കണ്ടിഗ്വസ് ഏരിയ. കണ്ടിഗ്വസ് എന്ന് പറഞ്ഞാൽ തൊട്ടുകിടക്കുന്ന സ്ഥലം. അപ്പോൾ പ്രിയോറിറ്റി ഏരിയ, കണ്ടിഗ്വസ് ഏരിയ കോൺസെപ്റ്റ് ആയിരുന്നു അന്നുണ്ടായിരുന്നത്. മുൻഗണനാ പ്രദേശത്ത് കേന്ദ്രീകരിക്കുക, അധികം വന്നാൽ തൊട്ട് പരിസരത്തും കൂടെ പ്രവർത്തിക്കാം, അത് മതി. ഹൗറ പ്ലീനമാണ് തീരുമാനിച്ചത്. അങ്ങനല്ല, ഒരു അഖിലേന്ത്യാ വിപ്ലവ ബഹുജന പാർട്ടിയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറണം. അതിനുള്ള സാധ്യതകൾ ഈ മുൻഗണനാ പ്രദേശത്ത് മാത്രം കേന്ദ്രീകരിക്കുന്നതിലൂടെ നമ്മൾ നഷ്ടപ്പെടുത്തുകയായിരിക്കും ചെയ്യുക. ഇതാണ് എനിക്ക് വലിയൊരു സംഘടനാ പാഠവുമായിരുന്നു അവിടെ നടന്ന ഈ ചർച്ച. ഞാൻ വളരെ സാന്ദർഭ്യമായി ആലോചിച്ചു. ഇപ്പം നവഫാസിസത്തെക്കുറിച്ച് ഏറ്റവും ശക്തമായ നോട്ട് അവതരിപ്പിച്ച് മധുര പാർട്ടി കോൺഗ്രസിലേക്ക് അത് വരുന്നു. യഥാർത്ഥത്തിൽ അതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചുറ്റും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ മാധ്യമങ്ങൾ അന്നുണ്ടായിരുന്നെങ്കിൽ ഈ പാർട്ടിക്കകത്ത് നടന്ന ഏറ്റവും ശരിയായ ഒരു രാഷ്ട്രീയ ചർച്ചയെ, വ്യത്യസ്ത അഭിപ്രായങ്ങളിൽ നിന്നുകൊണ്ടുള്ള രാഷ്ട്രീയ ചർച്ചയെ എങ്ങനെ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുമായിരുന്നു? ഇന്നത്തെ ഒരു അനുഭവം വെച്ചുള്ളൊരു ചോദ്യമാണത്. അല്ല, അന്നും ഈ പ്രിയോറിറ്റി ഏരിയ, കണ്ടിഗ്വസ് ഏരിയ തുടങ്ങിയ പദാവലികൾ, മുൻഗണനാ പ്രദേശം, തൊട്ടുകിടക്കുന്ന പ്രദേശം, അതിന് പകരം പി സുന്ദരയും EMS തമ്മിൽ എന്തോ വലിയ തർക്കമുണ്ടെന്നുള്ള മട്ടിലാണ് ചില മാധ്യമങ്ങൾ അത് ചിത്രീകരിച്ചത്. അതെല്ലാ കാലത്തും വസ്തുതകളെ വളച്ചൊടിക്കുന്ന സ്വഭാവം ഒരു വിഭാഗം മാധ്യമങ്ങൾക്കുണ്ട്. അപ്പോൾ അന്നത്തേതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ സത്യം ജനങ്ങളോട് പറയുന്ന മാധ്യമങ്ങൾക്ക് സമൂഹത്തിൽ പ്രാമുഖ്യം വന്നിട്ടുണ്ട്. ഇപ്പോൾ കൈരളി ചാനൽ പോലുള്ള ഒരു ചാനൽ പ്രധാനപ്പെട്ട ദൃശ്യമാധ്യമങ്ങൾ മുഴുവൻ അപവാദ പ്രചരണങ്ങൾ നടത്തുകയും വൈകുന്നേരത്തെ ചർച്ചകൾ പ്രഹസനമാക്കി തീർക്കുകയൊക്കെ ചെയ്യുമ്പോൾ വസ്തുതകൾ ജനങ്ങളോട് വിളിച്ചു പറയുന്ന ചാനലുകളുണ്ട്. അങ്ങനെ കൈരളി ചാനൽ ഉള്ളത് കൊണ്ട് കുറച്ചൊക്കെ വസ്തുതാപരമാകാൻ മറ്റ് ചാനലുകൾ ഒരു പരിധിവരെ നിർബന്ധിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ മാധ്യമരംഗത്ത് കുറേ വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ കഴിയും. കൃത്യമായ ചേരികൾ തന്നെ രൂപപ്പെട്ടിട്ടുണ്ട്. ആ നിലയിൽ സമീപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ മാധ്യമങ്ങൾ അതുണ്ട്. കാരണം നമ്മൾ തന്നെ എടുത്തു വെക്കുന്ന, വളരെ ശക്തമായി അവതരിപ്പിച്ചതോടെ അതിലേക്ക് മറ്റു മാധ്യമങ്ങളും വന്നു ചേരുന്ന നിരവധി അവഗണിച്ച പല വിഷയങ്ങളും എടുക്കേണ്ടതായ വിഷയം. ഈ മധുര പാർട്ടി കോൺഗ്രസിൽ ഇപ്പോൾ വിദേശത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ, അവരുടെ പ്രതിനിധികൾ, അവരുടെ പങ്കാളിത്തം, അതേക്കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ട്. എങ്ങനെയാണത്? പ്രത്യേകിച്ച് പ്രതിനിധി സമ്മേളനം ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പാണല്ലോ നമ്മുടെ സംസാരം. എനിക്ക് തോന്നുന്നത് മുമ്പ് ചണ്ഡീഗഡ് പാർട്ടി കോൺഗ്രസിൽ വിദേശത്ത് നിന്ന് പ്രതിനിധികൾ വന്നിരുന്നു. അങ്ങനെ വിദേശ പ്രതിനിധികളെ പങ്കെടുപ്പിക്കുന്ന സ്വഭാവം മുമ്പ് പാർട്ടിക്കുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ ഏതാനും പാർട്ടി കോൺഗ്രസുകളായിട്ട് വിദേശ പാർട്ടികളുടെ സന്ദേശങ്ങൾ സ്വീകരിക്കുക ഇത്തവണയും ഉണ്ട്. ഇത്തവണ സന്ദേശങ്ങൾ വന്നിട്ടുണ്ട്. ചില സന്ദേശങ്ങൾ പാർട്ടി കോൺഗ്രസിൽ തന്നെ അവതരിപ്പിക്കും, മറ്റുള്ളവ വിതരണം ചെയ്യും. മാധ്യമങ്ങൾക്കും അത് ലഭ്യമായിരിക്കും. CPIM-നോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള സോളിഡാരിറ്റി മെസ്സേജസ് 20-ലധികം പാർട്ടികളിൽ നിന്ന് അവസാനമായി ഞാൻ അന്വേഷിക്കാൻ വന്നിട്ടുണ്ട്. പലതും തലേന്നും ആ ദിവസവുമാണ് എത്തുക. അപ്പം ഇന്നും നാളെയുമായിട്ട് കുറേ കൂടി എത്തും. കൃത്യമായിട്ടുള്ള വിവരം
നാളെയോ മറ്റന്നാളോ നിങ്ങളോട് പറയാൻ കഴിയും. ഒറ്റ കാര്യം, 10ാം പാർട്ടി കോൺഗ്രസ് മുതൽ 24ാം പാർട്ടി കോൺഗ്രസ്സിൽ എത്തി നിൽക്കുന്ന CPM-ന്റെ സമുന്നതനായ പൊളിറ്റ് ബ്യൂറോ അംഗം ശ്രീ MA ബേബി, ഈ പാർട്ടി കോൺഗ്രസ് അത് രാജ്യത്തെ പാർട്ടിയെ സംബന്ധിച്ച് CPM-നെ സംബന്ധിച്ച് ഒട്ടേറെ വെല്ലുവിളികൾ, സംഘടനാപരമായ വെല്ലുവിളികൾ ബംഗാളിലും ത്രിപുരയിലും അടക്കം മടങ്ങി വരേണ്ടതായിരുന്നു. അതിനൊരു വലിയ പരിശ്രമം നടന്നു വരുന്നു. അതിൻ്റെ തോത് എത്രമാത്രം എന്ന കാര്യം ഇടതുപക്ഷ അനുഭാവികളെ സംബന്ധിച്ച് അത്ര വലിയ ആവേശമോ ആശ്വാസമോ പകരുന്നതോ ആവണം എന്നില്ല. അപ്പം മധുര പാർട്ടി കോൺഗ്രസ് കഴിയുന്നതോടെ ഇതിൽ വരുന്ന ചർച്ചകൾ പാർട്ടി എത്രമാത്രം രാജ്യത്തിനൊരു ഒരു പബ്ലിക് പൊളിറ്റിക്കൽ സ്പിയറിലേക്ക് കൂടുതൽ എത്തിക്കാനാകും? മധുര പാർട്ടി കോൺഗ്രസ്സിലെ മുഖ്യ രാഷ്ട്രീയ കടമ ഇതിനകം തന്നെ വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നത് പോലെ ഈ നവഫാസത്തിൻ്റെ അത്യന്തം ഭീതിതമായ വ്യാപനം അതിനെ തടഞ്ഞു നിർത്താൻ വിശാലമായ രാഷ്ട്രീയ പാർട്ടികളുടെയും ബഹുജനങ്ങളുടെയും സാമൂഹ്യ പ്രസ്ഥാനങ്ങളുടെയും ഒക്കെ കൂട്ടായ ഒരു സമരനിര എങ്ങനെ കരുപ്പിടിപ്പിച്ചെടുക്കാൻ കഴിയും എന്നതാണ് ഈ പാർട്ടി കോൺഗ്രസ് ചർച്ച ചെയ്യാൻ പോകുന്ന ഒന്നാമത്തെ കടമ. ഈ കടമ ഏറ്റെടുക്കാനും നിർവഹിക്കാനും കഴിയണമെങ്കിൽ ശരത്ത് പറഞ്ഞ പാർട്ടിയുടെ സ്വതന്ത്രമായ ശക്തി വർദ്ധിക്കണം, ഇടതുപക്ഷത്തിൻ്റെ സ്വതന്ത്രമായ ശക്തി വർദ്ധിക്കണം. CPIM-ൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും ശക്തി വർദ്ധിക്കണമെന്ന് പറയുമ്പോൾ അതിന് മുമ്പ് പറയേണ്ടത് അതിൻ്റെ സ്വാധീനത്തിലുണ്ടായിട്ടുള്ള ഇടിവ്, അതിൻ്റെ ഡിക്ലൈൻ, താഴോട്ട് പോക്കുണ്ടായിട്ടുണ്ട്. അത് സത്യസന്ധമായി തുറന്നു പറയുന്ന പാർട്ടിയാണ് CPIM. ആ സ്വാധീനത്തിലുണ്ടായ ഇടിവ്, വിശേഷിച്ച് ബംഗാളിലും ത്രിപുരയിലും മറ്റു പല പ്രദേശങ്ങളിലും ഉണ്ടായിട്ടുള്ള ഇടിവ്, കേരളത്തിൽ തുടർഭരണം ഇടതുപക്ഷത്തിന് കൈവരിക്കാൻ കഴിഞ്ഞു. ആ തുടർഭരണത്തിനൊരു തുടർച്ചയുണ്ടാക്കാൻ അടുത്ത വർഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിയുമോ എന്ന് പരിശോധിക്കാനുള്ള ശേഷി വിവിഭാഗം ജനങ്ങൾക്കിടയിൽ ഒരു മൂന്നാം LDF ഗവൺമെൻറ് തുടർച്ചയായി കേരളത്തിൽ ഉണ്ടായേക്കാം എന്ന ചിന്ത ഇടതുപക്ഷത്തെ അനുകൂലിക്കാത്തവർക്കിടയിൽ പോലും രൂപപ്പെടുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണെങ്കിലും CPM-ൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും സ്വതന്ത്ര ശക്തി പലമടങ്ങ് ഇന്ത്യയിൽ വർദ്ധിപ്പിക്കാതെ ഈ നവഫാസത്തിനെതിരായിട്ടുള്ള പോരാട്ടം പോലും ഫലപ്രദമായി നടത്താൻ കഴിയില്ല. അപ്പോൾ പാർട്ടിയുടെ ബലഹീനതകൾ എങ്ങനെ പരിഹരിക്കാൻ കഴിയും എന്നത് ഈ പാർട്ടി കോൺഗ്രസ്സിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചയാണ്. അതിൽ മുമ്പ് ഉണ്ടായിട്ടില്ലാത്ത വിധത്തിൽ ഈ ഔട്ട് ഓഫ് ദ ബോക്സ് സൊല്യൂഷൻസ് എന്ന് പറയുന്നത് പോലെ ചില മാറ്റങ്ങൾ പാർട്ടിയുടെ പ്രവർത്തന ശൈലിയിൽ, സ്വതന്ത്രമായ പ്രവർത്തനം വർഗബഹുജന സംഘടനയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതിന് അവരെ പ്രോത്സാഹിപ്പിക്കാൻ പാർട്ടി തീരുമാനിക്കുന്നത് പോലുള്ള കാര്യങ്ങൾ ഉണ്ടാവും. ആ അർത്ഥത്തിൽ CPIM-ൻ്റെ ജീവിതത്തിൽ വളരെ വളരെ പ്രാധാന്യമുള്ള രാഷ്ട്രീയ സംഘടനാ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു സമ്മേളനമായിട്ട് 24ാം പാർട്ടി കോൺഗ്രസ് മാറുമെന്നാണ് ഞങ്ങളെല്ലാം പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ തരത്തിൽ തന്നെ രാജ്യം ഉറ്റുനോക്കുകയാണ്. CPM ഈ പാർട്ടി കോൺഗ്രസിലൂടെ എടുക്കുന്ന തീരുമാനങ്ങൾ, പുതിയ പ്രമേയങ്ങൾ, അത് രാജ്യത്തിൻ്റെ ജീവിതത്തെ, പ്രത്യേകിച്ചൊരു ഫാസിസ്റ്റ് ഹിന്ദുത്വ ഭരണകാലത്ത് CPM എങ്ങനെ ആ ഒരു പ്രതിപക്ഷ രാഷ്ട്രീയത്തെ കൂടുതൽ ഘടനാപരമായി ഉള്ളടക്കത്തോടെ നയിക്കാൻ കൂടുതൽ മികവോടെ കൊണ്ടുപോകാൻ കഴിയുമെന്ന് അതിനിടയിലാണ് താങ്കൾ ഇത്രയും നേരം സംസാരിച്ചത്. താങ്ക് യു.